ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്റ്റൈലിലെ വാട്ടിപ്പത്തിരി. കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഈ പത്തിരിയാണ് വാട്ടിപ്പത്തിരി അല്ലെങ്കിൽ വാട്ടിപ്പത്തിൽ. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് സുബൈദ ആണ്. എനിക്ക് പറഞ്ഞു തന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതി കണ്ണൂരിൽ. എന്നിട്ട് ഞാൻ രണ്ട് മൂന്നല്ല ഇപ്പോൾ 4 പ്രാവശ്യമായി ഉണ്ടാക്കുന്നത്. ഓരോ പ്രാവശ്യം കൂടുതൽ നന്നായി വരുന്നുണ്ട്. പക്ഷെ വളരെ അധികം ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന രീതി ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഞാൻ മുമ്പും ഷെയർ ചെയ്തിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ട് ഉള്ള നൈസ് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഈ വാട്ടിപ്പത്തിരി എന്ന് പറഞ്ഞത് അരി കുതിർത്തി അത് അരച്ചുണ്ടാക്കുന്ന ഒരു മെത്തഡാണ്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും. ഇതൊരു സ്പെഷ്യലാണ്. കണ്ണൂരിലെ പുയ്യാപ്പിളയുടെ കോളാണിത്. പുയ്യാപ്പിള സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. കണ്ണൂരുള്ള സുബൈദ അമ്മക്ക് പ്രത്യേകിച്ചും താങ്ക്സ് ഉണ്ട്. വള്ളി പുള്ളി തെറ്റാതെ ഇത് പിന്നെയും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് എന്നെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ചതിന്. അപ്പോൾ വേഗം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം വേണ്ടത് പുഴുക്കലരി 2 കപ്പ്, പിന്നെ നേരിയരി കൈമരി 1 കപ്പ്. അപ്പോൾ 2 കപ്പ് പുഴുക്കലരി, നല്ല ഇനം എന്തെങ്കിലും പുഴുക്കലരി എടുക്കുക. പൊന്നി ആയാലും കുഴപ്പമില്ല, പക്ഷെ നല്ലത് ജയ റൈസൊക്കെ പോലത്തെ പുഴുക്കലരിയാണ്. അപ്പോൾ 2 കപ്പ് പുഴുക്കലരിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് കൈമ നേരിയരി. ഇത് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. കുതിരാൻ വേണ്ടി നല്ല ഒരു അത്യാവശ്യം ചൂട്, കൈ തൊട്ടാൽ പൊള്ളുന്ന അത്ര ചൂട് വെള്ളത്തിൽ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് രാവിലത്തെ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുതിരാൻ വെച്ചാൽ വൈകിട്ട് അരയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അരി രണ്ടും നന്നായി കഴുകി നല്ല വെള്ളം ക്ലിയർ ആയതിന് ശേഷമാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചത്. 4 മണിക്കൂറാണ് അതിൻ്റെ കണക്ക്. പക്ഷേ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്കിത് കുതിരാൻ വേണ്ടി വെച്ചാൽ വൈകുന്നേരം നമുക്ക് അരച്ച് വെക്കാം. അരച്ചതിന് ശേഷം കുറച്ച് നേരം വെക്കണം, പത്തിരി ഉണ്ടാക്കണേക്കാളും മുമ്പ്. ഞാനൊരു 5 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെറ്റ് ഗ്രൈൻഡർ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് അരഞ്ഞ് കിട്ടും, വെള്ളം ഒരുപാട് ചേർക്കാണ്ട്. കുറച്ച് ടൈറ്റായിട്ടാണ് നമ്മൾക്ക് ഇത് അരച്ചെടുക്കേണ്ടത്. മിക്സി ആയാലും കുഴപ്പമില്ല, നമുക്കത് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നോക്കിയാൽ മതി. കൂടുതൽ ലൂസാണെങ്കിൽ നമ്മൾ ഇതാദ്യം ദോശ ചുടുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം പാനിലേക്ക്. അപ്പോൾ വല്ലാണ്ട് ലൂസാണെങ്കിൽ അതിങ്ങനെ ഒഴുകിപ്പോവും. അതുകൊണ്ടാണ് ഒരുപാട് ലൂസ് ആവരുതെന്ന് പറയുന്നത്. കുറച്ച് ടൈറ്റായിട്ടുള്ള ഇത് ഉണ്ടാക്കണം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. ഇനി എങ്ങാനും നിങ്ങൾ അരച്ച് കഴിയുമ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയാൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ നല്ല തുണി ഇട്ടിട്ട് കുറച്ച് നേരം ഈ മാവ് ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം ഒന്ന് നീങ്ങി കിട്ടും. എൻ്റെ മാവിന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ചൂടാൻ നേരമാവണ വരെയും നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ പണ്ടൊക്കെ ഇലയിലാണ് ഇത് വാട്ടിയെടുക്കുന്നത്. ഇതുപോലെ വാഴയിലയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് പിന്നെ കുഴയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല വാഴയിലയില്ല, ഈ മടക്ക് വീണ വാഴയിലയാണ് ഉള്ളത്. അത് ഞാൻ വെറുതെ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഈ മടക്കുള്ള കാരണം അത് ചുറ്റി കിട്ടണില്ല. ഇതുപോലെ ഇലയിലിങ്ങനെ 2 സൈഡും ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണുള്ളൂ, ഒരുപാട് കുക്ക് ചെയ്യരുത്. ഈ ദോശ പോലെ ഉണ്ടാക്കണതിന് ഒരു തൊലിയോ ഒരു ബ്രൗൺ നിറം ഒന്നും മാറാൻ പാടില്ല. അങ്ങനെ നിറമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുഴച്ചെടുക്കാൻ നോക്കുമ്പോൾ ഇത് ശരിയാവില്ല. വെറുതെ ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം 2 സൈഡും ജസ്റ്റ് പാകത്തിന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറ്. ഇതുപോലെ ഒരു തവി കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, ദോശ ചൂടുന്ന പോലെ തന്നെ. പക്ഷെ വളരെ കുറവ് നേരം, ഒരു 30 സെക്കൻഡ് ഒരു സൈഡിൽ ഇതുപോലെ മൂടി വെച്ച് അപ്പോൾ തന്നെ മറിച്ചിടാം. ചെറുതായിട്ടൊന്നും ആ അരിയുടെ ആ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം. കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുട്ടെടുക്കുമ്പോൾ സ്കിന്ന് പോലെ അല്ലെങ്കിൽ തൊലി പോലെ ഒന്നും വരാൻ പാടില്ല. കളർ മാറ്റം ഒന്നും ഉണ്ടാവരുത്. ഒരു 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ആ പച്ച മാവ് മാറി കാണും. അത്രയും മതി. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ദോശ വാട്ടി എടുക്കണ പോലെ നമുക്ക് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിടാം.
ഒരു 2-3 ആകുമ്പോൾ നമുക്കിത് കുഴയ്ക്കാം. അപ്പോൾ ആദ്യം എന്നോട് സുവേദമ്മ ഇത് പറഞ്ഞു, ഈ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെയും കുഴയ്ക്കണം എന്ന്. അപ്പോൾ ഞാൻ ആകെ വണ്ടറടിച്ചു, ദോശ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെയും കുഴയ്ക്കാതെ എന്താ സംഭവം, എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. പക്ഷേ അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോഴും. അപ്പോൾ ഇവിടെ ഒരു 2-3 എണ്ണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, 1 പാല് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രഷായിട്ട്, അതൊരു തവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം. ആ സമയത്ത് വേറെ ദോശ ചുടുന്ന പോലെ മാവ് ഒഴിച്ച് ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ. പിന്നൊരു കാര്യം, ഈ ദോശ പോലെ വാട്ടിയെടുക്കുമ്പോൾ തവി കൊണ്ട് ചുറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല, നല്ല തിന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്താൽ മതി. അത് ചില അരി തവി കൊണ്ട് നോക്കിയാൽ അത് പരന്ന് കിട്ടൂല. ഇവിടെ ഇപ്പോൾ എൻ്റെ പരന്ന് കിട്ടുന്നുണ്ട് നന്നായിട്ട്. ഈ 2 അല്ലെങ്കിൽ 2-3 എണ്ണം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക, ലേശം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ആ കുഴയ്ക്കുന്നത് ആ ചൂടുള്ളപ്പോൾ തന്നെ കുഴയ്ക്കാൻ നോക്കണം. ഒരുപാട് പൊള്ളുന്നുണ്ടെങ്കിൽ 2-3 ദോശയും കൂടി റെഡിയാക്കുക ആ സമയത്ത്. എന്നിട്ട് ചൂടുള്ളപ്പോൾ തന്നെ കുഴയ്ക്കാൻ നോക്കണം. ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് വാട്ടിയത് കണ്ടില്ലേ, വളരെ തിന്നായിട്ട്, കളർ തീരെ മാറാൻ പാടില്ല, അതുപോലെ തൊലിയൊന്നും ഫോം ചെയ്യാൻ പാടില്ല അതിൻ്റെ മുകളിൽ. അങ്ങനെ നമുക്ക് ഇട്ടിട്ട് ഈ കുഴച്ച മാവിൻ്റെ കൂടെ ഇട്ടിട്ട് ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കുക ചൂടുള്ളപ്പോൾ തന്നെ. ചൂടാറാൻ വേണ്ടി കാത്തിരിക്കരുത്, അല്ലെങ്കിൽ ഈ കുഴ ശരിയാവുകയില്ല. പിന്നെ ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ നന്നാവില്ല പത്തിരി, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഈ മാവ് തീരുന്ന വരെ നമ്മൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ ദോശ വാട്ടിയെടുക്കണം, ഒരു സൈഡിൽ മാവ് കുഴയ്ക്കണം. അപ്പോൾ ദോശ വാട്ടുമ്പോൾ ആ ഒരു പച്ചപ്പ് മാറാൻ അത്രയും നേരം പാടുള്ളൂ, കളർ മാറരുത്. കൂടുതൽ കുക്കായാൽ അത് നമുക്ക് കഴിക്കാൻ പാകത്തിലാവുള്ളൂ, ഇതുപോലെ കുഴയ്ക്കാൻ പറ്റൂല. കണ്ണൂർ പുയ്യാപ്പിളമാർക്കൊക്കെ നല്ല കോളാണല്ലേ, ഇങ്ങനത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ അല്ലേ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ദോശ പോലെ എല്ലാം വാട്ടിക്കഴിഞ്ഞു, മാവൊക്കെ തീർന്നു. ഇതുപോലെ നന്നായിട്ട് കുഴച്ചു ഒരു ബോളാക്കിയിട്ടുണ്ട്. എൻ്റെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റോളം ഇത് കുഴച്ച് ശരിക്കും നന്നായിട്ട്. ഇനി നമുക്ക് ഇത് ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. എൻ്റെ മുമ്പത്തെ പത്തിരി വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, എല്ലാ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ബോളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ കൈൻ്റെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് ആ ക്രാക്സും ഒന്നും ഉണ്ടാവരുത്. കുറച്ച് അത്യാവശ്യം പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ റോൾ ചെയ്തെടുക്കുന്നത്. ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വക്ക് ഇങ്ങനെ വിണ്ട് ഇരിക്കും, അപ്പോൾ ചുടുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും, വളരെ ഈസിയാണ്. നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് പറയുന്നൊന്നുള്ളൂ. അങ്ങനെ മാവ് ഉരുട്ടി ഇതുപോലെ ബോൾസ് ആക്കാം. ഇടയ്ക്ക് വെച്ച് പോവാണ്ടിരിക്കുക, ഈ മാവ് ചൂടുള്ളപ്പോൾ തന്നെ ബോൾസ് ആക്കിയിട്ട് തീർക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പത്തിരി പരത്തേണ്ട ആവശ്യം വരണില്ല. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പ്രസ്സിൻ്റെ 2 സൈഡിലും വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മീഡിയം പ്രഷർ അപ്ലൈ ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നല്ല ഫ്ലാറ്റായി കിട്ടും. ഇവിടെ പൊടിയും ചേർക്കുന്നില്ല, നമ്മുടെ നൈസ് പത്തിരി അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പത്തിരി പോലെ പൊടിയും ചേർക്കുന്നില്ല. ഇത് തേങ്ങാപ്പാലിൽ ഇരിക്കുന്നത് കാരണം എളുപ്പത്തിൽ ഇത് പ്രസ്സായി കിട്ടും, വിടിയിച്ചും കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കട്ടർ യൂസ് ചെയ്യാം. കട്ടർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പാനിൻ്റെ നല്ല ഷാർപ്പ് എഡ്ജുള്ള മൂടി ഇതുപോലെ യൂസ് ചെയ്യാം. കട്ട് ചെയ്തെടുത്താലും ഒന്നും കൂടി പെർഫെക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. എന്നാലും ഇത് നിർബന്ധമില്ല, 2-3 ചുട്ട് നോക്കുമ്പോൾ അറിയാം കട്ട് ചെയ്യണോ വേണ്ടതെന്ന്. അങ്ങനെ ഒരു 5 എണ്ണമൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചുട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പാൻ ചെറിയ തീയിൽ വെച്ചിട്ട് പതുക്കനെ ചൂടാക്കി എടുക്കണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ബാക്കി കുക്കിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഒരു പത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പരത്താനും പ്രസ് ചെയ്യാനും പൊടിയൊന്നും ചേർക്കാത്ത കാരണം പാനിൽ പൊടിയൊന്നും വരില്ല. ഒരു സൈഡിൽ ചെറിയ കുമളകൾ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം.
മറ്റേ സൈഡിലും ഒന്ന് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിടാം. അപ്പോൾ തന്നെ നന്നായിട്ട് പൊളിച്ച് വരേണ്ടതാണ്. കുഴയ്ക്കുന്നത് നന്നായി പ്രസ് ചെയ്തൊക്കെ സ്മൂത്തായി കട്ടൊന്നും ഇല്ലാണ്ട് പ്രസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊളിച്ച് വരും. പിന്നെ ഉപയോഗിക്കുന്ന അരി അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പൊന്നിയരി വെച്ചിട്ടാണ്. അപ്പോൾ അത്രയ്ക്കും പൊന്തിയില്ല, നന്നായി സോഫ്റ്റായി വന്നെങ്കിലും. അപ്പോൾ ജയ റൈസ് പോലത്തെ പുഴുക്കലരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പൊന്തി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് നന്നായി ഇങ്ങനെ പൊളിച്ച് വരും രണ്ട് സൈഡും. അത് ആദ്യത്തെ ഒരെണ്ണോ രണ്ടെണ്ണോ ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ടൈമിങ് മനസ്സിലാവും. കൂടുതൽ നേരം ഒരു സൈഡ് ചുടരുത്. ഇത്തിരി നേരം കൂടിപ്പോയാൽ ബ്രൗൺ സ്പോട്ട്സ് ഇവിടെയൊക്കെ കുറച്ച് കൂടിപ്പോകും. അപ്പോൾ പത്തിരിയുടെ ഇത്തിരി ഭംഗിപ്പോവും. എന്നാലും കഴിക്കാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത പത്തിരിയും കാണിക്കുന്നുണ്ട്, കട്ട് ചെയ്യാത്ത പത്തിരിയും കാണിക്കുന്നുണ്ട്. രണ്ടും അത്യാവശ്യം പൊന്തി വരുന്നുണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യണത് നിർബന്ധമല്ല, കുറച്ചും കൂടി ഈസിയാണ് കട്ട് ചെയ്താൽ ഇതുപോലെ പൊളിച്ച് വരാൻ. പക്ഷേ സൈസിനൊത്ത കട്ടർ വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കാണാൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നല്ല മണമാണ്. ആ കൈമാരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നല്ലൊരു മണമാണ് ഈ പത്തിരിക്ക്. ഒരു മരിപ്പൊടി വെച്ചുണ്ടാക്കുന്നേക്കാളും ഒരു വ്യത്യസ്തമായ ഒരു നല്ല മണം. അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം. തേങ്ങാപ്പാലിൽ കുതിരാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. എന്നിട്ട് മട്ടൻ സ്റ്റൂ ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ചിക്കൻ കറി ആയിട്ടും കഴിച്ചിട്ടും നല്ല ടേസ്റ്റായിരുന്നു. നല്ല സൂപ്പർ, നല്ല സോഫ്റ്റ്, നല്ലൊരു പ്രത്യേകമാണ്. നമുക്ക് കിട്ടുമ്പോൾ കൊതി തോന്നും. ഇനിയിപ്പം ചപ്പാത്തി പ്രസ് ഇല്ലാത്തവർക്ക് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇത് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി പത്തിരി 2 സ്റ്റീൽ പ്ലേറ്റ്, ഫ്ലാറ്റ് ബോട്ടമുള്ള സ്റ്റീൽ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് ആ 2 പ്ലേറ്റ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. അതേ എഫക്റ്റ് കിട്ടും. അതുമാതിരി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതേപോലെ പ്രസ് ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് അമർത്തി നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം കാസറോളിൽ ഇട്ട് വെക്കാം. എന്നിട്ട് കഴിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് തേങ്ങാപ്പാലിലൊന്ന് മുക്കി വെക്കാം. ഒരു 5-6 എണ്ണം മുക്കി വെച്ച് ഒന്ന് കുതിർന്ന ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്തിരി പാലിൽ കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും കുതിർന്ന ശേഷം ഇത് വിളമ്പിയാലാണ് വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വായിലിടുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോണ രീതിയിലാവുന്നത്. അപ്പോൾ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിലർ ഈ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീസ്പൂൺ 1/2 kg നെയ്യ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് കുതിരാൻ വേണ്ടി വെക്കുന്നത്. ഞാനിപ്പോൾ നെയ്യ് ചേർക്കണില്ല. എന്നാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കണ്ണൂർ സ്പെഷ്യൽ വാട്ടിപ്പത്തിരി നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. പിന്നെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്, അഭിപ്രായം പറയുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഷാന സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കോണും അമർത്താനും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്